സുഖല്ലേ 3 പേർക്കും? സുഖം സുന്ദരം. ഓ ഇതെന്താ സ്കൂളോ? സന്തോഷം. ആണോ? ഇത്ര ഒത്തൊരുമ 3 ആൾക്കും. എന്ത് ചെയ്യാനാ, അങ്ങനെ ആയിപ്പോയി നമ്മള്. അസുഖം കൂടിയിട്ടാ. ഓക്കെ ഓക്കെ. പ്രത്യേകമായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടെന്ന്. എന്താ? ഫ്രാൻസിൽ തിരിച്ചു വന്നു. ഫ്രാൻസിസ് ഏട്ടന്റെ കംബാക്ക്. അത് US-ലായിരുന്നു, ലാലേട്ടനോടെ ആയിരുന്നു. അടിച്ച് പൊളിച്ച് തിമിർത്ത് തകർത്ത് വഴിയാക്കിയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇന്നൊരു ദിവസം കാണാൻ കിട്ടും, നാളെ വീണ്ടും മമ്മൂക്കയുടെ കൂടെ. അങ്ങനെയാ ഫ്രാൻസിസ് ഏട്ടന്. ഒത്തിരി ദിവസം ഒന്നും ഇരിക്കൂല ഇവിടെ. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. നമ്മുടെ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിന്റെ അടുത്തുനിന്ന് ഒരാളെ വിളിച്ചാലോ? കരുമം തിരുവല്ലം. യെസ്, ഓർ തിരുവല്ലം കരുമം. അങ്ങോട്ട് പോകുമ്പോ ഇടത്ത് സൈഡും ഇങ്ങോട്ട് വരുമ്പോ വലത്ത് സൈഡും അല്ലേ? അങ്ങോട്ട് പോകുമ്പോ എടുത്ത് അങ്ങനല്ല, അങ്ങോട്ട് പോകുമ്പോ കരുമം തിരുവല്ലം, ഇങ്ങോട്ട് തിരുമം കരുവല്ലം. ഓ തിരുമം കരുവല്ലം. ഒന്നുകൂടെ പറഞ്ഞു. അങ്ങോട്ട് അബദ്ധായാലോ? അങ്ങോട്ട് പോകുമ്പോ കരുമം തിരുവല്ലം. കരുമ. അങ്ങോട്ട് പോകുമ്പോ കരുമം തിരുവല്ലം, ഇങ്ങോട്ട് വരുമ്പോ തിരുമം കരുവല്ലം. രക്ഷപ്പെട്ടു. ആ ഒരു സമാധാനം മീനൂട്ടിന്റെ മുഖത്ത് കാണാനുണ്ട്. ഞാൻ രക്ഷപ്പെട്ടു. അവിടെ അടങ്ങിയിരിക്കുകയായിരുന്നു. നമ്മുടെ സുപ്രഭാതം നടത്തുന്നത്. ലെറ്റ്സ് വെൽക്കം അമൃതക്കുട്ടി ഓൺ സ്റ്റേജ്. കയ്യിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ. മുട്ടായി. അതെ, സുപ്രഭാതം. കുഞ്ഞനീതി വന്നല്ലേ? MJ അങ്കിള് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ കുഞ്ഞാവ വന്നു. പേരിട്ട് അക്ഷിത AM. അമൃതയും അക്ഷിതയും. അതെ, കൊള്ളാട്ടോ. താങ്ക് യു. അങ്ങനെ ഭൂമിയിൽ മറ്റൊരു സുപ്രഭാതം കൂടെ വന്നിരിക്കുന്നു. മറ്റൊരു ഗായിക നടന്നു. അതെ, മീനുട്ടി ചേച്ചി. എന്തോ അയ്യോ, താങ്ക് യു. അവിടെ കൊടുത്തോ. ചെല്ല. മറ്റൊരു ഗായിക കൂടി. അപ്പൊ അമൃതക്കുട്ടി ബിഗ് സിസ്റ്റർ ആണോ ഇന്ന്? അതെ, അല്ലേ? ലൈഫ് ലോങ് ബിഗ് സിസ്റ്റർ ആണ്. അയ്യോ മീനൂട്ട, അതിന്റെ വേദന അറിയാലോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ? അയ്യോ, ഇപ്പൊ എത്ര വയസ്സ് വ്യത്യാസമുണ്ട്? 12 years ഡിഫറൻസ്. അയ്യോ, ബിഗ് സിസ്റ്റർ. ചേച്ചി അമ്മയാണ്. അതെ. അത് വേറെ തന്നെ ഒരു ഫീലാണ്. അമൃതക്കുട്ടി അങ്ങനെയല്ല, ഭയങ്കര സ്നേഹമുള്ള ആളാണ്. അതെ അതെ, എനിക്കറിയാം. ഭയങ്കര സന്തോഷല്ലേ? അതെ. അപ്പൊ ഇന്ന് സന്തോഷത്തിന്റെ പാട്ടായിരിക്കും. ഏത് പാട്ടാണ്? അത്തിപ്പഴത്തിൻ ഇളനീർ ചുരത്തും. യെസ്, വെരി നൈസ് സോങ്. ഈ സമയത്തിന് ഏറ്റവും നല്ല പാട്ടാണ്. അപ്പൊ ഡീറ്റെയിൽസ് പറയട്ടെ. സിനിമ നക്ഷത്ര കൂടാരം, ലിറിക്സ് ബിച്ചു തിരുമല സാർ, മ്യൂസിക് മോഹൻ സിത്താര സാർ, പാടിയത് KS ചിത്രാമ്മയും MG സാറും, വർഷം 1992. ഓക്കെ, മോഹൻചേട്ടന്റെ ബ്യൂട്ടിഫുൾ മ്യൂസിക് ആണ്. ബിജു സാറും രണ്ടുപേരും കൂടെ ചേരുമ്പോഴത്തേക്കും പിന്നെ പറയേണ്ടത് പാൽ പായസം പോലത്തെ പാട്ടാണ്. അപ്പൊ നന്നായി. അപ്പൊ സുപ്രഭാതം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചുരത്തും മുത്തം
കൈയടിക്ക്. ഹരിയേ ഹരി ഹരിയേ. ആഹാ, ആ ബീജത്തിൽ വായിച്ചില്ലേ, ഗംഭീരാണ്. ഇല്ലായിരുന്നു. അവനാ കൃത്യം മൂഡ് അവിടെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ആ നോട്ട്സ് അല്ല, ഞാൻ ഹരി പലപ്പോഴും വായിക്കുമ്പോഴത്തേക്കും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, നോട്ട്സിന് അപ്പുറമായിട്ടുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അത് വണ്ടർഫുൾ. അത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. എനിക്ക് വലിയ ഭാഗ്യമാണ് ഇപ്പം നവീൻ സാറും അതുപോലെ കമലാർ സാറും ഒക്കെ എനിക്ക് വേണ്ടി വായിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ വായിക്കുമ്പോഴത്തേക്കും അതിൽ വരുന്ന നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ചില എലിമെന്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ അന്തർധാരകൾ ചിലപ്പോൾ നമ്മുടെ ഹരി വായിക്കുമ്പോഴത്തേക്കും എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. താങ്ക് യു. അമൃതം എന്തോ ഒരു വളരെ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. താങ്ക് യു. ആദ്യമേ പറയട്ടെ, ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് സോങ്. ആ നമ്മൾ 3 പേരും സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് അതാണ് ആ അതാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇത് ഈസി അല്ല പാടാൻ. അപ്പൊ നോട്ട്സ് എന്ന് പറഞ്ഞാൽ പലയിടങ്ങളിലും സ്ലിപ്പുകൾ വന്നിട്ടുണ്ട്, മോക്കറിയാമായിരിക്കും ആ. അല്ലേ? ഇങ്ങനെ തെറിച്ചുപോയി. ആ പിന്നെ മോളത് തിരിച്ചു പിടിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും തെറിച്ചു പോകുന്നു. തെറിച്ചു പോകുന്നു, വരുന്നു, വരുന്നു, തെറിച്ചു പോകുന്നു, തെറിച്ചു പോകുന്നു, വരുന്നു, വന്നു പോയി, വന്നു പോയി. അങ്ങനെ ഒരു സംഭവം, ഒരു ലൂപ്പ് ഈ പാട്ടിൽ ഉണ്ടായിപ്പോയി. ആ അത് സാരമില്ല, ആ. ചിലപ്പോഴൊക്കെ അങ്ങനെ നമുക്ക് സംഭവിക്കും. ഇപ്പോ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ ലിറിക്കില് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിയാണ്. അതായത് ഇപ്പൊ ത ഇല്ലേ, ആ. അത്തിപ്പഴ അത്തി, അത്ത വെറുതെ വെച്ചിരിക്കുന്നതല്ല, ആ. അങ്ങനെ സ്ട്രെസ് ചെയ്ത് പാടാനാണ്. ആ. അപ്പൊ എവിടെയൊക്കെ ഇത്ത വരുന്നുണ്ടോ അവിടെയൊക്കെ സ്ട്രെസ് ചെയ്യണം. ഓക്കെ. എവിടെയൊക്കെ വരുന്നുണ്ട്? അത്തി പഴത്തി ഇളം നീർ ചുരത്തും അല്ലെ, മുത്തം കൊതിക്കുന്ന പൂവൻ കവിൾ പൂവൻ കവിൾപ്പൂ. കവിൾപ്പൂ. ആ പാ ഇരട്ടിക്കുന്ന വേണം. അപ്പൊ അതൊന്ന് അങ്ങനെ ഇത്ത ഇപ്പ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് പാടിയത്. അത്തിപ്പഴത്തിന്നിളനീർ ചുരത്തും മുത്തം കൊതിക്കുന്ന പൂവിൻ മുത്തം കൊതി മുത്തം കൊതിക്കുന്ന അത്തം മുത്തം കൊതിക്കുന്ന പൂവിൻ ആ കൊതിക്കുന്നതിൽ താവുണ്ട്. മുത്തം കൊതി മുത്തം കൊതിക്കുന്ന പൂവിൻ കവിൾപ്പൂ 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5. അത്തിപ്പഴത്തിന്നിളനീർ ചുരത്തും മുത്തം കൊതിക്കുന്ന പൂവിൻ കവിൾപ്പൂ. ആ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ടൈം സിഗ്നേച്ചർ നമ്മൾ പറയും. ആ താളത്തിന്റെ ആ താളഗതിക്ക് അത് കറക്റ്റായിട്ട് അത് സൗണ്ട് ചെയ്യും. ആ. അതുകൊണ്ടാണ് ബിജു സാർ അങ്ങനെ ഇത്ത വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത് മട്ടിക്കൊടപ്പന്റെ ഇരട്ടിക്കുന്ന ആ. മുട്ടായി അതൊക്കെ വരുന്നത് അതുകൊണ്ടാണ് ആ. കേട്ടോ. അപ്പൊ അത് അങ്ങനെ പാടിയാലാണ് നല്ലത്. ആ. ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോഴത്തേക്കും അത് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. ഓക്കെ. പിന്നെ കണ്ണാര് പൊത്തും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതിയുടെ കണ്ണ് പൊത്തി പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ശ്രുതിക്ക് പാടിക്കും തരാമോ? കണ്ണാരു പൊത്തും കയ്യാരു കെട്ടും. ആ അടുത്ത ഒരു ലൈനിൽ എനിക്ക് നോട്ട്സ് ക്ലിയർ ആയില്ല, അതൊന്ന് പാടാമോ? മഴവെയിലു മഴവെയിലു വരുമെന്നു കുറുനരിക്കു കല്യാണമാരാണു പൂത്താലി കെട്ടാൻ. ഓ ആരാണ് പൂത്താലി? ആ നോട്ട് ചെയ്താ. ആരാണു പൂത്താലി കെട്ടാൻ. ആ അപ്പൊ ഇത് സ്ലോ ആയിട്ട് ഒന്നുകൂടെ ഒന്ന് റിഹേഴ്സ് ചെയ്തിട്ട് വേണം സ്പീഡിൽ പാടാൻ. ഇനി സ്പീഡ് പാടി കേൾപ്പിച്ചേ. മഴവെയിലു വരുമെന്നു കുറുനരിക്കു നരിക്ക് അവിടെ സ്ലിപ്പ് ചെയ്യുന്നുണ്ട്. കുറുനരിക്കു കല്യാണമാരാണു പൂത്താലി കെട്ടാൻ. ഓ ആഹാ. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും അതിന്റെ സുഖം കണ്ടോ? ആ. വീണ്ടും അതിന്റെ അത്തിപ്പഴം. പരിമളം വന്നു. ആ. അത്തിപ്പഴവും വന്നു, അതിന്റെ സ്വാദും വന്നു, എല്ലാം വന്നു അല്ലേ? ആ. അപ്പൊ ഇങ്ങനത്തെ സ്ലിപ്പുകൾ നമുക്ക് വരാൻ പാടില്ല. ഓക്കെ. കാരണം പാട്ടെന്ന് പറയുന്നത് കേൾക്കാനുള്ളത് മാത്രമല്ല, നമുക്ക് അനുഭവിക്കാനുള്ളതാണ് അല്ലേ? ആ. ആ അനുഭവമാണ് നമ്മൾ പാടി ഓഡിയൻസിന് കൊടുക്കേണ്ടത്. അപ്പൊ ആ അനുഭവത്തിലോട്ട് നമ്മുടെ മകൾ വളർന്ന് വളർന്ന് വരട്ടെ, തഴച്ചു വളരട്ടെ അല്ലേ? അങ്ങനെ വരട്ടെ കേട്ടോ. ആ. ഓക്കെ. അമൃതക്കുട്ടി എന്തോ നല്ലൊരു ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റ് ആയിരുന്നു അമൃതക്കുട്ടിയുടെ താങ്ക് യു. കേട്ടോ. നല്ലൊരു എന്താ പറയാ, ഒരു നിഷ്കളങ്കത ഉണ്ടായിരുന്നു മുഴുവൻ പാട്ട് അമൃതയുടെ ആ വോയിസിൽ കേൾക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്രത്യേക ഒരു ഫീൽ, പ്രത്യേക ഒരു ഫ്ലേവർ ഉള്ള ഒരു വോയിസ് ആണ് നമ്മുടെ അമൃതക്കുട്ടിയുടെ വോയിസ്. ഒരു എന്താ പറയാ, ഒരു കുട്ടിത്തം തുളുമ്പുന്ന എന്നാൽ അതേസമയം
കുറച്ച് മെച്യൂരിറ്റി ഉള്ള, അതേസമയം എന്താ പറയുക, നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു തടുക്കാൻ പറ്റാത്തൊരു വോയിസാണ് നമ്മുടെ അമൃതക്കുട്ടിയുടെ വോയിസ് കേട്ടോ. ആ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു. ഈ പാട്ട് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള പാട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് അമൃതക്കുട്ടി പാടിയപ്പോഴും ഉണ്ടായിരുന്നു എന്ന് തോന്നി. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് പാട്ട് നല്ല എൻജോയ് ചെയ്തിട്ടാണ് അമൃതക്കുട്ടി പാടിയത്. പാട്ടിൽ അമൃതക്കുട്ടിയുടെ മാക്സിമം അമൃതക്കുട്ടി അതിലോട്ടേക്ക് ഇടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അതുപോലെ അതിന് വേണ്ട ഫ്ലേവർ, അതിനെന്താണോ ആ പാട്ടിന് വേണ്ടത് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അവിടെ ഇവിടെ ആയിട്ട് ക്ലാരിറ്റി കുറവ്, അത് MJ സാർ ഓൾറെഡി പറഞ്ഞു. ചെറിയ സ്ലിപ്പുകൾ, ക്ലാരിറ്റി കുറവ്, നോട്ട്സ് എത്താത്തത്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു പാട്ടാണ് സെലക്ട് ചെയ്തത്. ബ്യൂട്ടിഫുൾ കേട്ടോ. മിടുക്കി. എന്തായാലും ഇത്രയും വരികളൊക്കെ കാണാതെ പഠിച്ചില്ലേ, അതൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അമൃതക്കുട്ടി, എന്തോ ഒരു കോംപ്ലക്സ് ട്യൂണാണ് മോൾക്ക് കിട്ടിയത് അല്ലേ? നോട്ട്സിന്റെ ഒരു ട്രാവലിംഗ് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണത്. അത് ഈ ചെറിയ മോളല്ലേ, ഏത് ക്ലാസ്സിലാണ് മോള് പോ? 7th സ്റ്റാൻഡേർഡേ ആയിട്ടുള്ളൂ. അപ്പം ഇങ്ങനത്തെ ഒരു ട്യൂണ് പാടണമെങ്കിൽ അത് കുറച്ചും കൂടി ഒരു മെച്യൂരിറ്റി വേണം എന്ന് തോന്നുന്നു എനിക്ക്. കാരണം പല സ്ഥലത്തും ക്ലാരിറ്റി വാസ് ലാക്കിങ്. തുടങ്ങിയതൊക്കെ നന്നായിരുന്നു, പക്ഷെ ആ ഒരു പർട്ടിക്കുലർ പോർഷൻ ഉണ്ടല്ലോ, അത് ആ കയറി ഇറങ്ങുന്ന സിഗ്സാഗുമായിട്ട് ഒരു സാധനമുണ്ട്, അതിലാണ് സ്ലിപ്പ് ആവുന്നത് നമ്മള്. പക്ഷെ അത് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ധൈര്യം കാണിച്ചല്ലോ. ഡിഫിക്കൽട്ട് ആണ് അത് പാടാൻ. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കറക്റ്റ് ആയിട്ട് ഇരിക്കില്ല, അത് സീറ്റേ ആവല്ല. ഒരു പ്രൊഫഷണൽ സിംഗർ വിൽ ഡു ഇറ്റ് പക്ക, ബട്ട് ഫോർ യു ഇറ്റ്സ് എ ബിറ്റ് ടഫ്. അപ്പോൾ ഇത് കുറച്ചുകൂടി ക്ലാരിറ്റിയോട് കൂടി ഈ പാട്ട് മോള് പാടി പഠിക്കണം. കുറച്ച് ഒന്നും കൂടിയും ഒരു സീറ്റ് ആവാനുണ്ട് അതിൽ, ഇരുത്തം വെക്കാനുണ്ട്. യെസ്. പക്ഷേ ആ ഒരു ധൈര്യത്തിന് ഹാറ്റ്സ് ഓഫ്. താങ്ക് യു സർ. ബെസ്റ്റ് ഓഫ് ലക്ക്. അമൃതം, സുപ്രഭാതം. എന്തോ ഇന്ന് മാർക്ക് എത്രയെന്നറിയാവോ? 100-ല് 3.25 കുറവ്. അപ്പൊ എത്ര മിനുടി? എന്തായിരുന്നു? 100-ല് 3 കുറയ്ക്ക്. 97.25. അല്ലല്ല അങ്ങനെയല്ല. 3 കുറച്ചിട്ട് അതിൽ നിന്ന് പിന്നെയും ഒരു 0.25 കൂടെ കുറയ്ക്കണം. 97 വീണ്ടും കുറയ്ക്കണം. വീണ്ടും 0.25 കുറയ്ക്കണം. കുറച്ചോ? 96.75. മീനോട്ട് അനങ്ങാതിരിക്കരുതേ. മീനോട്ടി പാലയിലായിരുന്നു. അമൃതക്കുട്ട ബിഗ് സിസ്റ്റർ, ഓൾ ദ ബെസ്റ്റ് കേട്ടോ. ബൈ. കുഞ്ഞാവേനോട് അന്വേഷണം പറയണേ. ഞങ്ങളുടെ എല്ലാവരുടെ അന്വേഷണം പറയണേ കുഞ്ഞാവേ അടുത്ത്. MJ അങ്കിൾ, യെസ്. ഇപ്പൊ വരാൻ പോകുന്നത് ഒരു ഫാമിലി റൗണ്ട് ആണ്. ഒരു ഡാൻസ് ചെയ്യുന്ന, ഒരു ഫുൾ ഫാമിലി ഡാൻസ് ചെയ്യുന്ന ആൾക്കാരാണ് വരാൻ പോകുന്നത്. എസ്പെഷ്യലി അച്ഛനാണ് നല്ലോണം ഡാൻസ് ചെയ്യുന്നത്. അതെ, നമ്മുടെ എസ്തർ കുട്ടിയും ഫാമിലിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം എസ്തർ ഓൺ സ്റ്റേജ്. ഹായ്. ഇതാരാ? എയർ ഹോസ്റ്റസോ? അതെ. സ്മാർട്ടാണല്ലോ. അയ്യോ, നല്ല രസമുണ്ട് ഇതിനെ കാണാൻ. നല്ല ഭംഗി. എപ്പോഴും ഇങ്ങനെ ആയാലോ, ഇത് നല്ല രസമുണ്ട്. താങ്ക് യു. അയ്യോ, എയർ ഹോസ്റ്റസ് ആണോ? ഒരു ഫ്ലൈറ്റ് കയറ്റി വിടാന്ന്. ഏത് ഫ്ലൈറ്റാ? ഏതാ? ഇത് കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും എമിറേറ്റ്സിൽ എടുക്കണ്ടോ? എമിറേറ്റ്സിൽ. അതെ. തൊപ്പിയും കൂടി എങ്ങനെയെങ്കിലും, തൊപ്പിയും കൂടെ ഒന്ന് സെറ്റ് ആക്കിയാൽ മതി. നല്ല എയർ രസമുണ്ട്. വരാപ്പുഴയാണോ അല്ലെങ്കിൽ എയർ കുനമാവാണോ? കുനമാവ് എയർലൈൻസ്. കുനമാവ് എയർലൈൻസ്. ഇത് ഫാമിലി റൗണ്ടാ അല്ലേ? സന്തോഷം കൂടുതലാണോ ഇന്ന്? ആരൊക്കെ ഉണ്ട് കൂടെ? കൊറേ പേരുണ്ട്. എത്ര പേരുണ്ട്? അതൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. ഏത് പാട്ടാ പാടുന്നതെന്ന് പറഞ്ഞു കൊടുക്ക്. മിന്നും മിന്നാ മിന്നി ശരി. നല്ല ക്യൂട്ട് സോങ് ആണല്ലോ. താങ്ക് യു. മിന്നിയ പാട്ടാണ്, തെന്നിയ പാട്ടാണ് അല്ലേ? അടുത്ത വരിയിൽ തെന്നും. ആദ്യം മിന്നും പിന്നെ തെന്നും. ഡീറ്റെയിൽസ് പറയാമോ? സിനിമ നമ്പർ 1 സ്നേഹതീരം, ബാംഗ്ലൂർ. ബാംഗ്ലൂർ നോർത്ത്. അല്ല, മ്യൂസിക് ജെറി അമൽദേവ് സാർ. ലിറിക്സ് ഗീഷ് പുത്തഞ്ചേജി സാർ. പാടിയത് ചിത്രാമ. വർഷം 1995. ഓക്കെ, മിടുക്കി. താങ്ക് യു കേട്ടോ. നന്നായി പാടണേ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ.
പൊന്നും മുത്തായി തെന്നി 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 കിട്ടാടും തത്തി തത്തി ചിങ്കാരം കൊഞ്ചി കൊഞ്ചി ചെല്ലോല തുമ്പിൽ പമ്മി 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 ആടിക്കാറ്റിൻ കിളിക്കയാൽ പീലിക്കൊമ്പൻ നാടിപ്പോയോ അന്നം പിന്നം ചിന്നി തമ്മിൽ തമ്മിൽ ചിന്നി മാനത്തെങ്ങും പറന്നേറി താരങ്ങളായി മിന്നും മിന്ന മിന്നി 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 പൊന്നും മുത്തായി തെന്നി 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 പിത്താടും തത്തി തത്തി ചിങ്കാരം കൊഞ്ചി കൊഞ്ചി ചെല്ലോല തുമ്പിൽ പമ്മി 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 ആകാശത്തേൻ കൊമ്പിൽ കൊമ്പിൽ ആയം കൊള്ളും മേഘത്തുമ്പിൽ ഓലോലം പാറി പാറി കേറാം ഓണത്തിങ്കൾ തെല്ലുന്നുള്ള ആടിപ്പാടിപ്പോതും കൂടി കൂടിപ്പോതും ചെല്ലച്ചുണ്ടിൽ മുത്താം കൈകണ്ടെത്തുണ്ടുണ്ടേ പിന്നെ പൊന്നും കിണ്ണത്തിൽ പാൽച്ചോറുണ്ടേ മിന്നും മിന്ന മിന്നി 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 പൊന്നും മുത്തായി തെന്നി 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 പിത്താടും തത്തി തത്തി ചിങ്കാരം കൊഞ്ചി കൊഞ്ചി ചെല്ലോല തുമ്പിൽ പമ്മി 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 മുത്തും മുത്തും തമ്മിൽ കോർക്കാം മുല്ലപ്പൂവായി തൊട്ടിൽ കെട്ടാം മാറത്തെ മറ ചൂടും നൽകാം ഞാലിപ്പൂവിൻ തേനും നൽകാം ആടിപ്പാടിപ്പോലും കൂടി കൂടിപ്പോലും ആലിൻ കൊമ്പിൽ ചായും അണ്ണർ കണ്ണാനിയും ആഴന്നുള്ള കുഞ്ഞോളെ കണ്ടിരിക്കല്ലേ മിന്നും മിന്ന മിന്നി 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 പൊന്നും മുത്തായി തെന്നി 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 പിത്താടും തത്തി തത്തി ചിങ്കാരം കൊഞ്ചി കൊഞ്ചി ചെല്ലോല തുമ്പിൽ പമ്മി 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 ആടിക്കാറ്റിൻ കിളിക്കയാൽ പീലിക്കൊമ്പൻ നാടിപ്പോയോ അന്നം പിന്നം ചിന്നി തമ്മിൽ തമ്മിൽ ചിന്തി മാനത്തെങ്ങും പറന്നേറി താരങ്ങളായി മിന്നും മിന്ന മിന്നി 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 പൊന്നും മുത്തായി തെന്നി 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 പിത്താടും തത്തി തത്തി ചിങ്കാരം കൊഞ്ചി കൊഞ്ചി ചെല്ലോല തുമ്പിൽ പമ്മി 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 എസ്തർ കുട്ടി എന്തോ ആൻഡ് എസ്തർ കുട്ടീസ് ഫാമിലി കിടിലം പെർഫോമൻസ്. താങ്ക് യു അയ്യോ എന്തൊരു എനർജിയാ ഡാൻസ് ചെയ്യുമ്പോ എല്ലാവർക്കും, എസ്പെഷ്യലി എസ്തർ കുട്ടിയുടെ അച്ഛൻ സജ്ജേട്ടാ ഒരു രക്ഷയില്ല. വേറെ ലെവൽ. കണ്ടോ അത് അവിടെയൊക്കെ ഫാൻസാ എവിടുന്ന കയ്യടി വരണേ. മിന്നി 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 പൊന്നും മുത്തായി തെന്നി 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 പിത്താടും തത്തി തത്തി നമ്മളെല്ലാരും ഫാൻസാണ് കേട്ടോ. അതെ തന്നെ. ഞങ്ങൾ അന്ന് റാമ്പ് വാക്ക് നടന്നപ്പോഴേ ഞാൻ കട്ട ഫാനായി. ഇപ്പൊ ഇതേ ഡാൻസ് ഒക്കെ കണ്ടപ്പോ, ഇപ്പോഴാണ് ഒരു ഫുൾ പാട്ടിനൊരു ഡാൻസ് ഒക്കെ കണ്ടപ്പോ ഞാൻ ഹാപ്പി, എന്റെ ഹൃദയം നിറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കിടിലൻ ഡാൻസ് കേട്ടോ. അതുപോലെ എസ്തറിന്റെ അമ്മയും നല്ല രസമുണ്ടായിരുന്നു. പരിചയപ്പെടുത്താവോ എല്ലാരെയും? വിനു. വിനു എസ്തറിന്റെ അമ്മയുടെ ചേച്ചി റാണി. ആ എസ്തറിന്റെ അമ്മാമ്മ. അമ്മമ്മ. ആഹാ. അന്ന എസ്തറിന്റെ പപ്പയുടെ ചേട്ടന്റെ മോള. ഓക്കെ. കുഞ്ഞാവയുടെ പേര് ചേട്ടൻ. യെസ്. ഞാൻ എസ്തറിന്റെ നമ്മുടെ ആങ്ങളാണ്. പേര് അനു.
അനു. അനു. രാജേഷ് ഫാമിലി ഫ്രണ്ടാണ്. ഞാൻ എസ്തറിന്റെ പപ്പയുടെ ചേട്ടന്റെ വൈഫിന്റെ അനിയത്തിയുടെ അമ്പോ എത്രയും കാൽക്കുലേറ്റ് അതെങ്ങനെ ചെയ്യണമല്ലേ. ഓർത്തിരുന്നു ഇങ്ങനെ? എങ്ങനെ ആലോചിച്ചു? പപ്പയുടെ PSC ക്വസ്റ്റ്യനിലുണ്ടോ അതെ. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ എസ്തർ എന്റെ പേര് അലീന. ആ. ഞാൻ എസ്തറിന്റെ പപ്പയുടെ ചേട്ടന്റെ മോള്. ബ്യൂട്ടിഫുൾ ഫാമിലി കേട്ടോ, നല്ല എനർജറ്റിക് ഫാമിലി, എല്ലാരും വൻ എല്ലാവരും ഉഷാർ. ഭയങ്കര ബിസി ആയിരുന്നു പിന്നാലെ. പിന്നെ തിരക്കായിരുന്നു എല്ലാരും, നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു. പക്ഷെ എസ്തറിന്റെ പപ്പ ഹി ടുക്ക് ദ സ്റ്റേജ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. എസ്തർ ബേബി എന്ത് രസമായിട്ടാ പാടിയേ, താങ്ക് യു എൻജോയ് ചെയ്ത് പാടി താങ്ക് യു. കേട്ടോ, മിടുക്കിയായിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു. അതിനിടയില് ഈ ആക്ടിവിറ്റീസിന്റെ ഇടയിൽ പോയി ഒരു സെൽഫി ഒക്കെ എടുത്തു. ഞാൻ നോക്കുമ്പോ ഡാൻസ് ഒക്കെ കളിക്കുന്നു. എങ്ങനെ പറ്റുന്നു ഇതൊക്കെ? ആ സ്കില്ലാണ്. സ്കില്ലാണ്, പ്രൊഫഷണൽ ആണല്ലേ, ആ. സിംഗിങ് പ്രൊഫഷണൽ, അതെ. പെർഫോമിംഗ് പ്രൊഫഷണൽ അല്ലേ എസ്തർ ബേബി? നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പാട്ട്. ആയം കൊണ്ടും മേഘത്തുമ്പിൽ ഓലോലം പാറി പാറി കേറാം. ഓണത്തിങ്കൾ തെല്ലുന്നുള്ള ആടിപ്പാടി പോതും കൂടെ കൂടെ പോതും ചെല്ലച്ചുണ്ടിൽ മുത്താം കൈ കണ്ടെത്തുണ്ടുണ്ടേ പിന്നെ പൊന്നും കിണ്ണത്തിൽ പാസും. പാട്ടും രസമുണ്ടായിരുന്നു, പെർഫോമൻസും രസമുണ്ടായിരുന്നു, നല്ല കോസ്റ്റ്യൂമും കേട്ടോ. കോസ്റ്റ്യൂമും കൂടെ വന്നപ്പോഴാണ് ആ ഒരു വൈബ് കിട്ടിയത്. പിന്നെ ആ ഒരു ചിരി ഉണ്ടായിരുന്നല്ലോ ഇടയ്ക്ക്, എവിടെയായിരുന്നു ഒരു ചിരി? മിന്നും മിന്നാ മിന്നി നിന്നി മിന്നി ക്യൂട്ടായിരുന്നു കേട്ടോ അത്. എസ്തർ കുട്ടി ബ്യൂട്ടിഫുൾ ആയി, നല്ല രസമായിട്ട് പാടി. ഇന്ന് ഗ്ലൂം ഒന്നും ഉണ്ടായില്ലല്ലോ. ഉമ്മക്ക് എപ്പോഴേ മാറി ആഴ്ചേച്ചി മാറി ഉമ്മെടുത്ത് വെച്ചതല്ലേ. ഇതൊന്നും ആരും അറിയുന്നില്ലേ? ഇല്ല, ആര്യ മാറി, ചേച്ചി ഞാൻ വെച്ചു ഇല്ലായിരുന്നു. അഥവാ എന്താ ആര്യ, അത് എവിടെ എടുത്ത് വെച്ച ആര്യ? ദിവസം ആര്യ ചേച്ചി ഇല്ലായിരുന്നു. ഇല്ല ഞാൻ ഉണ്ടായിരുന്നു, എറിഞ്ഞു കളഞ്ഞ ഒരു ദിവസം ഞാൻ ഞങ്ങൾ ഉണ്ടായിരുന്നു. എടുത്ത് പൂട്ടി വെച്ച സമയത്ത് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു അതെ അതെ ഉണ്ടായിരുന്നു. എനിക്കൊരു സംശയം, പിന്നെ പരിപാടി കഴിഞ്ഞ് തിരിച്ച് പാട്ട് പാടി കഴിഞ്ഞ് തിരിച്ച് മേടിച്ചോന്ന് എനിക്കൊരു സംശയം, അതുകൊണ്ട് ഇത് ചോദിച്ചതാ. വേറെ എസ്തർ കുട്ടിയാ? അറിയില്ല. വേറെ ലെവൽ എസ്തർ കുട്ടി ആ ഇല്ലേ, വേറെ വേർഷൻ താങ്ക് യു. ഇല്ലേ. പിന്നെ കൂടെ അമ്മയും അച്ഛനും എല്ലാരും ഫ്ലോറിൽ ഉണ്ടായോണ്ട് ഭയങ്കര ഒരു ധൈര്യമായിരുന്നു അല്ലേ എസ്തർ ബേബി? ആ. ഇല്ലേ, എത്ര ധൈര്യം ഉണ്ടായിരുന്നു? 100-ൽ 100. നൂറ് നൂറ്. ഫുൾ ധൈര്യം. ആ. ആ. അതുകൊണ്ട് പാട്ടും നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാൻ താങ്ക് യു. കേട്ടാ. ഓക്കേ മിടുക്കി. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹായ് എസ്തർ കുട്ടി. ഹായ്. എസ്തർ കുട്ടി ഇന്നത്തെ കോസ്റ്റ്യൂമിൽ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു തകർക്കും. തകർക്കും. ഇത് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. ഉം. ആരാ ഈ കോസ്റ്റ്യൂം ഒക്കെ തന്നത്? ഇതെന്റെ എന്റെ കൂട്ടുകാരി അതിഥി ചേച്ചിയുടെ പപ്പ മേടിച്ചെന്നാണ് ഉടുപ്പ്. ഈ ഉടുപ്പും ഈ ചെരുപ്പും അതിഥി ചേച്ചിയുടെ അങ്കിള് ഈ പെർഫോമൻസിന് വേണ്ടി വാങ്ങി തന്ന ആഹാ. ഭയങ്കര സ്മാർട്ടായിട്ടുണ്ട് കേട്ടോ. നല്ല സ്മാർട്ട് ആയിട്ടുണ്ട്. എസ്തറിന് നന്നായി ചേരുന്ന കോസ്റ്റ്യൂം. ശരിക്കും താങ്ക് യു. ഏതെങ്കിലും എയർലൈൻസ് പൊക്കും അതെ. തീർച്ച, സംശയമില്ല. നന്നായി പാടി മോളെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് വിഷസ്. താങ്ക് യു. ഗുഡ് ലക്ക്. എത്ര ഹാപ്പിയാണ് ഈ ഫാമിലി കാണാനായിട്ട് അല്ലേ? ഇത്രയധികം നമ്മുടെ എനർജി ബുള്ളറ്റ് ആണ് അതാ നിൽക്കുന്നത്. അതെ, ഒരൊറ്റ പോക്കാണ് എനർജിയിൽ. ചില ദിവസം ഇങ്ങനെ പമ്മി ഇരിക്കും. ഈ പാട്ടി പറഞ്ഞ പോലെ പമ്മി 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 അങ്ങനെ ഇരിക്കും. ചിലപ്പം തെന്നിപ്പോവും അല്ലേ? തെന്നി പക്ഷെ മിക്കവാറും മിന്നി മിന്നി. അങ്ങനെയാണ്. തിളങ്ങി. തിളങ്ങി. ആ നമ്മുടെ മിനുങ്ങുന്ന മിനുങ്ങാണ് നമ്മുടെ എസ്തർ കുട്ടി അല്ലേ? അല്ലേ? അതാണ്. പിന്നെ അല്ലേ? പിന്നെ പപ്പ ഒരു രക്ഷയില്ലടാ. ഞാനെന്താ പറയാ, ചില ടാലന്റ് ഒക്കെ കാണുമ്പോഴത്തേക്കും അത്ഭുതം തോന്നും. പലർക്കും അസൂയ തോന്നും കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ എങ്ങനെ ഡാൻസ് ചെയ്യും എന്നുള്ള അതിന്റെ ടൈമിങ്, അതാണ് ആർട്ടിസ്റ്റിക് ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ. പപ്പ ഒരു പപ്പയാണ് കേട്ടോ. അത് സഭാഷാണ്. പപ്പയാണ് പപ്പയാണ് പപ്പ. പിന്നെ മറ്റു മക്കളും എല്ലാവരും കൂടെ ചേർന്ന് അതിനെ വലിയൊരു ആഘോഷമാക്കി. അത് ഭയങ്കര രസമായി. അത് കാണാനായിട്ട് ഭയങ്കര സന്തോഷമാണ്. അതാണ് ഈ ഫാമിലി റൗണ്ട് വെച്ചിരിക്കുന്നത്. അതാണ് നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടാനും അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടിലൂടെ നമുക്ക് ആഘോഷിക്കാനും. അങ്ങനെ ടോപ്പ് സിംഗർ സീസൺ 6 എന്ന് പറയുന്നത് അത് സന്തോഷത്തിന്റെയും ഒത്തൊരുമയുടെയും സ്നേഹത്തിന്റെയും നന്മയുടെയും വേദിയാക്കുക എന്നുള്ളതാണ്. അതിവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം കേട്ടോ. അതിനൊരു വലിയ കൈയടി കൊടുക്കണം നമ്മുടെ കുടുംബത്തിന്. ചേച്ചിക്ക് എന്താ പറയണ്ടെന്ന് പറഞ്ഞേ? ഞാൻ ഇപ്പൊ ജഡ്ജിമാര് തന്നെ പറഞ്ഞു സജീന ഡാൻസിന് ജഡ്ജിമാരല്ല,
കൂട്ടുകാർ. അതെ, സാറുമാര് എന്നെ പറഞ്ഞു സജ ഈ ഡാൻസിലാണ് ഞാനും വീണത്. സത്യമായിട്ടും. ആ കഥയൊന്ന് പറയോ? അല്ല, ഫസ്റ്റ് എന്റെ മുമ്പിൽ കളിച്ചത് ഗണനായക എന്ന് പറഞ്ഞ സെമി ക്ലാസിക്കലാണ്. നമുക്ക് ചില എന്താ പറയാ, ചില മൂവ്മെന്റ്സ് ഒക്കെ കാണുമ്പോ നമ്മുടെ ഒരു അറ്റാച്ച്മെന്റ് തോന്നുമല്ലോ ആ സ്റ്റെപ്പിനോട്. അപ്പൊ അങ്ങനെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നി. ആളിനോടല്ല, സ്റ്റെപ്പിനോടാണ് അറ്റാച്ച്മെന്റ്. അല്ല, അങ്ങനെയല്ല, ആളെയും ഇഷ്ടപ്പെട്ടു, സ്റ്റെപ്പും ഇഷ്ടപ്പെട്ടു. അല്ല, അപ്പൊ എനിക്കൊരു സംശയം, രണ്ടു ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്ന്, വീണു എന്ന് തോന്നിയോ, വീണു പോയി എന്ന് തോന്നിയോ? വീണു പോയി. അയ്യോ, അങ്ങനെയാണല്ലേ. സജി നേരെ തിരിച്ചാർന്ന് എന്റെ പാട്ട് കേട്ടപ്പോ എന്നെ ഇഷ്ടപ്പെട്ടു. സജി, എങ്ങനെയാണ് കഥ? ഞാനൊരു ഡിവോഷണൽ സോങ് ആളൊരു സ്റ്റേജിൽ പാടണ കേട്ടിട്ടാണ്. അതിലാണ് വീണു പോയത്. അതെ അതെ. അത് വീണു പോയതാണോ വീണതാണോ? അല്ല, വീണതാണ്. അപ്പൊ ഒരാൾ വീണു, മറ്റേ വീണു പോയി. അങ്ങനെയുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് പറയില്ലേ, ഫോളിങ് ഇൻ ലവ് എന്ന് പറയും. എപ്പോഴും വീഴുകയാണ്. ഫോളിങ് എന്ന് പറയുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആണ്. അത് പ്രണയം എന്ന് പറയുന്നത് വീണ് കഴിഞ്ഞാൽ വീണതാണ്. അതാണ് വീണതാണ്. എന്തൊരു എക്സ്പീരിയൻസ് ആണ് ഉണ്ണി സാർ. വീണ് കഴിഞ്ഞാൽ വീണതാ, പിന്നെ എണീക്കാൻ പറ്റില്ല. ഉണ്ണിയേട്ടൻ ലവ് മാരേജ് ആണോ? യെസ്. ആണല്ലേ. വീണതാണോ വീണു പോയതാണോ? വീണ് പോയതാ. കണ്ടോ, എല്ലാരും വീണ് പോയതാ. ഓഫ് കോഴ്സ്, സ്വാഭാവികമായും വീണതാണോ വീണു പോയതാ? വീണ് പോയതാണ്. രണ്ടുപേരും. ഞാനും ഏകദേശം അതുപോലെയൊക്കെ തന്നെ. അപ്പൊ നമ്മളെല്ലാരും ഒരുപോലെ തന്നെയാണ് കേട്ടാ പപ്പ കേട്ടാ. അത് രസമുണ്ടായിരുന്നു. പിന്നെ മിന്നാ മിന്നി തെന്നി തെന്നി എന്നൊക്കെ പാടിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ പമ്മി പമ്മി ശരിക്കും നമ്മുടെ കോറസിന്റെ കൂടെ പാടായിരുന്നല്ലോ ഫസ്റ്റ് ടൈം. അങ്ങ് വിട്ടു കളഞ്ഞില്ലേ? അതല്ല, അവിടെ ശ്വാസം എടുക്കാൻ മുറിക്കണം. ശ്വാസം എടുക്കാൻ മുറിക്കണം. അതാണ് ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ നമ്മുടെ എസ്തർ കുട്ടി. പിന്നെ ചില വാക്കുകളൊക്കെ ഇങ്ങനെ ആ ഗ്ലുംകുട്ടിയുടെ ഇത് ശബ്ദത്തിൽ കൂടെ അവിടെ വരുമ്പോഴത്തേക്ക് പല്ലൊക്കെ ഉണ്ടോ? പല്ല് ഫുള്ള് വന്നല്ലേ? എന്നാലും ചിലതൊക്കെ ഇങ്ങനെ കാറ്റൊക്കെ പോകുന്നുണ്ട് ചില വാക്കുകളൊക്കെ പറയുമ്പോഴത്തേക്കും. അനുപല്ലവിയുടെ എങ്ങനെയാണ്? ആകാശത്തെ കൊമ്പിൽ കൊമ്പിൽ ആയം കൊള്ളും മേഘത്തുമ്പിൽ ഓലോലം പാറി പാറി കേറാം ഓണത്തിങ്കൾ തെല്ലുമുള്ള ആടിപ്പാടിപ്പോരും കൂടെ കൂടെ പോരും ചെല്ലച്ചുണ്ടിൽ മുത്താം. ഇവിടെയൊക്കെ ശ്രുതിയാണ്. അപ്പൊ ശ്രുതി കുറച്ച് അവിടെ കുഴപ്പമില്ലെന്ന്. ഇടയ്ക്ക് ഇങ്ങനെ ശ്രുതി കുറച്ച് എപ്പോഴോ സൈഡിൽ കൂടെ പോയി ഇതിൽ കൂടെ വന്ന് അപ്പത്തേക്കും ആ ഊട് വഴി കൂടെ പോയി ഇവിടെ എത്തി കേട്ടോ. ഓക്കെ, അപ്പൊ ഫാമിലി സൂപ്പർ, പാട്ട് സൂപ്പർ. അപ്പൊ എത്രയാണ് മാർക്ക് ക്യാപ്റ്റൻ? അപ്പൊ ഇന്ന് എസ്തർ കുട്ടിയുടെ മാർക്ക്, എസ്തർ കുട്ടി ആൻഡ് ഫാമിലി is going to get 97 out of 100. എസ്തർ ചക്രി ബൈ. ചേച്ചി എല്ലാവർക്കും ഫാമിലിയിൽ എല്ലാവർക്കും താങ്ക് യു കേട്ടോ വന്നതിന്. താങ്ക് യു സോ മച്ച്. ടാറ്റാ, ബൈ, ഗുഡ് നൈറ്റ്. നമ്മുടെ എസ്തർ കുട്ടി മിന്നും മിന്നാ മിന്നി പാടി തന്നില്ലേ? അപ്പൊ ഇവിടെ മൂന്നാളും കൂടിയിട്ട് നമുക്ക് വേണ്ടി തിരിച്ചൊരു പാട്ട് പാടിത്തരോ? പിന്നെന്താ? കന്നാനം പാടി പൊന്നു ഞാലിലാടി തെന്നാലെ വാ ഒന്നാം കുന്നിലോടി വാ അത്തപ്പൂന്നുള്ളി കൃതപ്പൂന്നുള്ളി തന്നാനം പാടി പൊന്നു ഞാലിലാടി തെന്നാലെ വാ ഒന്നാം കുന്നിലോടി വാ. മെലഡി സോങ് കേട്ടാലോ? റെഡി. ജിത ഫൈസൽ. യെസ്, വെൽക്കം ജിത കുട്ടി ഓൺ സ്റ്റേജ്. ഹായ്. ഹലോ. ഈ കോസ്റ്റ്യൂം കാണുമ്പോ പത്രത്തില് ഈ എണ്ണയൊക്കെ കടലിൽ മറിഞ്ഞാൽ ഒരു ഫോട്ടോ വരില്ലേ? അയ്യോ, അത് റോഡിലും വെള്ളം അതിന്റെ മേളില് പെട്രോള് വീണിട്ട് ഇതുപോലത്തെ ഒരു ഷെയ്ഡ് വരില്ലേ? മനസ്സിലായി. വേറൊരു സാധനമുണ്ട് നമ്മുടെ നാട്ടില്, ഒരു സ്നാക്ക് ഉണ്ട്. അതിന്റെ പേര് തൊണ്ടക്കുഴൽ എന്നാണ് ആ സ്നാക്കിന്റെ പേര്. തൊണ്ടക്കുഴലോ? അതായത് ഈ യെല്ലോ കളറാണ്, ഒരു വട്ടത്തിലൊരു
സ്നാക്ക്, നല്ല എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുത്ത പോലത്തെ. അത് തന്നെ, അതെനിക്ക് അറിയാം, മഞ്ഞ കളറ്. അത് തന്നെ ആ സാധനം. അതൊരു ഗ്ലാസ് വെള്ളത്തിൽ മുക്കിയ ഇതുപോലത്തെ ഒരു ഷെയ്ഡ് വരും. ഓ, ഇതൊക്കെ നോക്കിയിട്ടുണ്ട്. ഈ ഡ്രസ്സ് എനിക്ക് എന്റെ ക്ലോസ് ഫ്രണ്ട് ആവണി ഗിഫ്റ്റ് ചെയ്തതാണ്. ആഹാ. അപ്പൊ ജിദ്ദു എന്തോ എന്താണ് പാട്ട്? മഞ്ഞക്കണി കൊന്ന കൊമ്പിലെ മണിക്കൂട് ഇങ്ങു പോയി. എങ്ങു പോയി. എങ്ങ് പോയി. മ്യൂസിക് എസ് ബാലകൃഷ്ണൻ സർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സർ, പാടിയത് ചിത്രാമ്മ. ഫിലിം ഇഷ്ടമാണ് 100 വട്ടം. ഒത്തിരി ഇഷ്ടമാണ്. ഇഷ്ടു. നമുക്ക് ജിദ്ദുവിനെ ഇഷ്ടമാണ് 100 വട്ടം. സെയിം ചെയ്യൂ. പിന്നെ വർഷം 1996. Yes. 96. ഞാൻ ജനിച്ച വർഷം അത്. ഞാൻ ആദ്യത്തെ സിനിമ ഇന്ന് 1995 ഓ, 1 വയസ്സുള്ളപ്പോഴത്തേക്ക് ഞാൻ എന്റെ 2ാമത്തെ സിനിമയാ. അപ്പൊ ഞാൻ അത് കണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. നല്ല ഓർമ്മയുണ്ടത്. ബുദ്ധിമതിയാ. ചേട്ടന് 35 വയസ്സായിരുന്നു. ആരെങ്കിലും ചോദിച്ചോ അത്? എന്തിന്റെ ആവശ്യമായിരുന്നു? എന്തിനു പെണ്ണ് ഇതിന്റെ ഇടയിലേക്ക് വലിച്ചത്? പാട്ട് കേൾക്കാൻ നോക്കാം. Ready? Yes. All the best. All the best. Thank you. മണിക്കൂടെങ്ങു പോയി കുഞ്ഞിക്കുയിൽ പെണ്ണു പാടുമീ മഴപ്പാട്ടെങ്ങു പോയി ഉള്ളിൽ തുള്ളുമീണവും നെഞ്ചിൽ കൊട്ടും താളവും കണ്ണിൽ പൂക്കും സ്വപ്നവും കന്നിക്കാറ്റുമെങ്ങു പോയി കണ്ണാടി ചില്ലോലും കാണാത്ത കണ്ണിൽ പോവേ മഞ്ഞക്കണി കൊന്ന കൊമ്പിലെ മണിക്കൂടെങ്ങു പോയി കുഞ്ഞിക്കുയിൽ പെണ്ണു പാടുമീ മഴപ്പാട്ടെങ്ങു പോയി മഞ്ഞക്കണി കൊന്ന കൊമ്പിലെ മണിക്കൂടെങ്ങു പോയി കുഞ്ഞിക്കുയിൽ പെണ്ണു പാടുമീ മഴപ്പാട്ടെങ്ങു പോയി നീ
പോ ഉള്ളിൽ തുള്ളും ഈണവും നെഞ്ചിൽ കൊട്ടും താളവും കണ്ണിൽ പൂക്കും സ്വപ്നവും കന്നിക്കാറ്റും എങ്ങോ പോയി കണ്ണാടി ചില്ലോലും കാണാത്ത കണ്ണിൽ പോവേ മഞ്ഞ കണിക്കൊന്ന കൊമ്പിലെ മണിക്കൂടെങ്ങു പോയി കുഞ്ഞിക്കുയിൽ പെണ്ണു പാടുമീ മഴപ്പാട്ടെങ്ങു പോയി. ജിതുകുട്ടി അല്ല ജിതുകുട്ടി അതെ ഓ ഈ പാട്ട് ഇന്ന് പാടിയതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? നന്നായി പാടിയോ? ഇതിൽ മൊത്തം ആഹാ മോമെന്റ്സ് ആയിരുന്നു. ഓഹോ. അതായിരുന്നു ഇതിന്റെ പ്രത്യേകത. ഒരു സമയം തരണ്ടേ? ആഹാ എന്ന് പറഞ്ഞു കഴിയുമ്പോ അടുത്ത ആഹാ, അത് കഴിയുമ്പോ ആഹാ ലൂപ്പായിരുന്നു മൊത്തം പാട്ട്. പിന്നെ എന്ന് ചോദിപ്പിക്കുന്ന അങ്ങനെയാണോ എന്ന് ചോദിപ്പിക്കുന്ന രണ്ടിടങ്ങൾ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷെ ആഹാ മൊമെന്റ്സിനെ പറ്റി പറയാനാണ് എനിക്കിഷ്ടം. ലലല പാടിയില്ലേ ഇടയ്ക്ക് ഹമ്മിങ്, അതിഷ്ടു. കണ്ണാടി ചില്ലോല കാണാത്ത കണ്ണീർ പൂവെന്ന് നിർത്തിയില്ലേ, അത് ഭയങ്കര ഇഷ്ടു. പിന്നെ ചരണത്തിന്റെ രണ്ടാമത്തെ പോർഷൻ നാണം തൊട്ട്, നാണം വരുമ്പോഴാണോ നന്നായിട്ട് പാടാൻ പറ്റുന്നത്. നാണം തിരിനീട്ടിയ സമയത്ത് പാട്ട് ഇങ്ങനെ വെളിച്ചത്തിൽ വന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു പോക്കായിരുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞത് ആഹാ 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 എന്ന് പറഞ്ഞ് പറയേണ്ടി വന്നു. എന്താണ് ജിതുകുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യണത്? പിന്നെ അവസാനം കൊണ്ട് എന്റെ മിഴികൾ നനയും കന്നി കനൽ മഴയായി, അതൊരു കനലായി പോയി. അങ്ങനെ പറ്റാൻ പറ്റില്ല. ഒന്ന് പറ്റിച്ചേ. എന്റെ മിഴികൾ നനയും കന്നിക്കനൽ മഴയായി. ആ ഇത്രയേ ഉള്ളൂ, ഈസിയായിട്ട് വരണം. പിന്നെ എനിക്ക് കൺവിൻസ്ഡ് ആവാത്ത ഒരു ലൈനുണ്ട്. വെരി ഫസ്റ്റ് ലൈനാണ് മഞ്ഞക്കണി. ആ അതൊന്ന് പഠിക്കേ. മഞ്ഞക്കണിക്കൊന്ന കൊമ്പിലെ മണിക്കൂ മഞ്ഞക്കണി അല്ലേ? പസ സരിഗ സരീനി ഞാൻ പാടും താനനാനനാ. ആ അങ്ങനെ ഒന്ന് പുഷ് ചെയ്ത്. മഞ്ഞക്കണിക്കൊന്ന കൊമ്പിലെ മണിക്കൂടെങ്ങു പോ. അടുത്തത് കുഞ്ഞിക്കുയിൽ പെണ്ണു പാടുമീ മഴപ്പാട്ടെങ്ങു പോ. താരാനീ. ആ നോട്ടാണ് ഫസ്റ്റ് പാടുമ്പോ രേനീ എന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് കുറച്ചുകൂടി ഡിഫൈൻഡ് ആയിട്ട് പാടണം. പക്ഷേ ലോഡ്സ് ഓഫ് ടേക്ക് അവേ ആണ്. ആഹാ ഏതോ നിലാക്കുളിർ പൂന്തിങ്കളായി ഒരു മൂകരാത്രിയിൽ എന്നെ തേടി വന്നു നീ. ആരും തരാമലർ പൂച്ചെണ്ടുമായി എന്റെ രാഗജാലകം മെല്ലെ നീ തുറക്കവേ. നാണം തിരിനീട്ടും മിഴിനാളം നിൻ മുന്നിൽ നാലമ്പലമേറ്റും. പിന്നെ മഞ്ഞക്കണി കൊന്ന പൂവ് അല്ലെ? നമ്മുടെ കേരള സ്റ്റേറ്റിന്റെ പുഷ്പം ഇതാണ്. അപ്പൊ കണിക്കൊന്ന പൂവ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഐശ്വര്യത്തിന്റെ ഒരു സംഭവമാണല്ലേ. ആ കൂട് എങ്ങ് പോയി എന്ന് ചോദിക്കുന്ന ബ്യൂട്ടിഫുൾ ആണ്, ബ്യൂട്ടിഫുൾ സോങ് ആണ് അല്ലേ ഉണ്ണിയാണ്? യെസ്, എസ് ബാലകൃഷ്ണൻ്റെ കുറച്ച് പാട്ടുകൾ ഞാനും പാടിയിട്ടുണ്ട്. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ പാട്ട്. പക്ഷെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലൂട്ടായിരുന്നു. ഹരി ബ്യൂട്ടിഫുള്ളി. ജിതുകുട്ടി നന്നായി പാടി മോളെ. കുറച്ചൊരു ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ ആവായിരുന്നു ഈ പാട്ടിന്. ഒരു എനർജി, നല്ല എനർജറ്റിക് റെൻഡിഷൻ ആയിരുന്നു. ഒന്ന് രണ്ട് സ്ഥലത്ത് സ്ലിപ്പായതൊഴിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ശ്യാമ വീണയായി കയ്യിന്ന് പോയി, കനൽ മഴയായി ഓൾസോ കയ്യിന്ന് പോയി. ബാക്കിയൊക്കെ നല്ലൊരു ഗ്രിപ്പിൽ പാടിയതാ. ഇത് ചിലപ്പോൾ സംഭവിക്കും, നമ്മൾ സ്റ്റേജിൽ പാടുന്ന സമയത്ത് എക്സൈറ്റഡ് ആകുമ്പോൾ. അതുവരെയും ആ ഫസ്റ്റ് ചരണമൊക്കെ നന്നായി പാടിയിരുന്നു മോള്. സെക്കൻഡ് ചരണത്തിൽ ഒന്ന് എക്സൈറ്റഡ് ആയോ എന്നൊരു സംശയം. അപ്പോഴാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം ആ ബാലൻസ് കീപ്പപ്പ് ചെയ്താൽ അത് ശരിക്കും പാടാൻ പറ്റും. കാരണം ഇതൊക്കെ പാടാൻ പറ്റാത്തൊന്നുമില്ല ഇതിൽ. നന്നായി പാടി. ജിതുകുട്ടി, എനിക്ക് വേറൊരു മെമ്മറിയാണ് ഈ പാട്ട്. ഒരു സമയത്ത് മറ്റേ ടച്ച് കീപാഡ് ഫോൺ ഉണ്ടായിരുന്നില്ലേ, നോക്കിയയുടെ സോണിയുടെ ഫോൺ. അപ്പൊ ആ സമയത്ത് റിംഗ് ടോൺ ആയിട്ട് ഒരുപാട് പേര് വെച്ചിരുന്ന ഒരു പാട്ടായത്. അപ്പൊ അങ്ങനെ ഒരു മെമ്മറി പെട്ടെന്ന് വന്നു ഈ പാട്ട് കേട്ടപ്പോഴത്തേക്കും. എന്നോട് ഇവിടുന്ന് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആരാന്ന് ഞാൻ ഓർക്കില്ല. അതുപോലെ ഇതിന്റെ വിഷ്വൽസ് പറയുന്ന പോലെ ഒരു കോളേജിൽ ഇങ്ങനെ എല്ലാരും കൂടെ പാട്ട് പാടുന്ന പോലത്തെ ഒരു വിഷ്വലാ. അതും കണ്ടപ്പോ നല്ല ഒരു ഗാനമേള പോലത്തെ, അതും കണ്ടപ്പോ രസമായി തോന്നി. അവസാനം പിന്നെ മറ്റേ ഷൂട്ട് ചെയ്യണ പോലെയൊക്കെയാണ് വിഷ്വല് വരുന്നത്. ശരിക്കും അങ്ങനത്തെ പടമൊന്നും ഇപ്പം ഇറങ്ങുന്നേ ഇല്ല എന്ന് തോന്നി പെട്ടെന്ന് കണ്ടപ്പോ. എനിവേസ്, താങ്ക് യു ഫോർ
ജിത ഡയറക്ട് ചെയ്യുന്ന ഒരു പടം വരും. അപ്പോൾ Same. പ്രായത്തിൽ എന്ത് സംഭവിക്കില്ലോ. പറയാൻ പറ്റില്ല. ജിതയുടെ ഒരു പോക്ക് അങ്ങനെയാണ്, എന്തും ചെയ്യും. എന്നും ചെയ്യും. യെസ്. അപ്പൊ ജിതക്കുട്ടി, ബ്യൂട്ടിഫുൾ സെലക്ഷൻ. നല്ല നല്ല ബ്യൂട്ടിഫുൾ പാട്ട്. എനിക്ക് ഒരുപാട് മെമ്മറീസ് തിരിച്ചു കൊണ്ടുവന്ന ആ പാട്ട് പാടിയതിന് ഒത്തിരി ഒത്തിരി താങ്ക്സ് കേട്ടോ. മിടുക്കിയായിട്ട് പാടി. എനിക്ക് ആ അനുപല്ലവിക്ക് തൊട്ട് മുന്നേ പാടിയ ഹമ്മിങ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അനുപല്ലവി ഇൻഫാക്ട് വാസ് സോ ഗുഡ്. ബ്യൂട്ടിഫുൾ ആയിട്ട് അനുപല്ലവി പാടി. പിന്നെ എനിക്ക് തോന്നി എന്താ അറിയോ, ജിതക്കുട്ടി എന്ത് പാടിയാലും ജിതയുടെ ആ ഒരു ടച്ച് എപ്പോഴും ഉണ്ടാവും. സ്റ്റാമ്പ്, ജിതയുടെ ആ സ്റ്റാമ്പ് എപ്പോഴും ഉണ്ടാവും. ജിതയുടെ ആ ഐഡന്റിറ്റി അവിടെ ഉണ്ടാവും. അപ്പൊ ഇത് ചിത്രചേച്ചി പാടിയ പാട്ടാണെങ്കിലും ജിതക്കുട്ടി പാടുമ്പോഴത്തേക്ക് അത് ജിതയുടെ പാട്ടായിട്ട് മാറും, വിച്ച് ഇസ് അമേസിങ് കേട്ടോ. മിടുക്കിയായിട്ട് പാടി. എനിക്ക് കുറച്ച് ശ്രുതി പ്രശ്നം തോന്നി. ചരണം എത്തിയപ്പോഴത്തേക്കും കുറച്ചൊന്ന് അവസാനം ആകുമ്പോഴത്തേക്ക് പാർക്കിംഗ് ട്രബിൾ വന്നു. എസ്പെഷ്യലി അവസാനം ഒരു സംഗതി പാടിയില്ലേ, കുഞ്ഞിക്കുയിൽ പെണ്ണു പാടുമീ ഉണ്ടായിരുന്നില്ലേ അങ്ങനെ ഒന്ന്. അതൊക്കെ ഒന്ന് ചെറിയൊരു സ്ലിപ്പ് വന്ന പോലെ ഫീൽ ചെയ്തു. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ മിടുക്കിയായിട്ട് പാടി. നല്ല കോസ്റ്റ്യൂം, നല്ല പാട്ട്, നല്ല ഉഷാറ്, നല്ല ഉന്മേഷം. എപ്പോഴും ഇങ്ങനെ തന്നെ പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. So ജിതക്കുട്ടി going to be awarded 97.5 on 100. താങ്ക് യു. അപ്പോ ജിതക്കുട്ടി കറക്റ്റ് ആയിട്ടല്ലേ ഞാൻ വിളിച്ചത്. ഞാൻ മാത്രമേ നിന്നെ കറക്റ്റ് ആയിട്ട് അങ്ങനെ വിളിക്കാറുള്ളൂ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ടാറ്റാ.